ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനർജി ഗ്രൂപ്പിൽ ഒരു കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും തെറ്റ് ചെയ്താൽ, അതായത് ഭാര്യ, മക്കൾ, വല്യച്ഛൻ, വല്യമ്മ, ആര് തെറ്റ് ചെയ്താലും അതിൻ്റെ മോശപ്പേര് വരുന്നത് കുടുംബനാഥനായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ ആര് തെറ്റ് ചെയ്താലും മോശപ്പേര് വരുന്നത് അവിടുത്തെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. ആയതിനാൽ എനർജി ഗ്രൂപ്പിൽ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, എനർജി ഗ്രൂപ്പിൽ ഉണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്. അതായത് ഏറ്റവും പ്രധാനമായി ഒരു എനർജി ഗ്രൂപ്പിൽ ആ എനർജി ഗ്രൂപ്പിൽപ്പെട്ടവർ നല്ല അറിവും ജ്ഞാനവും ഉള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ എനർജി ഗ്രൂപ്പിൽ പ്രധാനമായും അവർ പരസ്പരം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പരസ്പരം എളിമ നിറഞ്ഞ, കരുണ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ പരസ്പരം ഉണ്ടായിരിക്കണം. അതിനപ്പുറത്ത് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ഒരു ടീച്ചേഴ്സ് എന്ന എനർജി ഗ്രൂപ്പ് ഇരിക്കട്ടെ, ഓരോ എനർജി ഗ്രൂപ്പിലും ലീഡ് ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. ആ വ്യക്തിക്കുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മതേതരത്വമാണ്. അതായത് മതത്തിനും രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആണ് ദൈവം, കർമ്മമാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നല്ല ഒരു ലീഡറായിരിക്കണം ഓരോ എനർജി ഗ്രൂപ്പിലും ഉണ്ടായിരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു എനർജി ഗ്രൂപ്പിൽ അത്തരത്തിൽ ഉള്ള ലീഡർ ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും മറ്റ് എനർജി ഗ്രൂപ്പുകളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, ആ എനർജി ഗ്രൂപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയില്ല, ഒത്തിരി കുറവുകളുണ്ടാകുന്നു. അതോടെ മറ്റ് പാകപ്പിഴവുകൾ വന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആയതിനാൽ ഓരോ എനർജി ഗ്രൂപ്പിലും നല്ല ലീഡ് ചെയ്യുന്ന ഒന്നോ രണ്ടോ വ്യക്തി ഉണ്ടായിരിക്കണം. മാത്രമല്ല ഈ വ്യക്തികൾ അതിൻ്റെ കർമ്മം തീർന്നു കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ആ കർമ്മ തീർന്നു മാത്രമല്ല, അവർ അതിൻ്റെ കർമ്മത്തിലൂടെ കുറച്ച് മടുത്ത് കഴിയുമ്പോൾ മറ്റ് വ്യക്തികളെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള മനസ്സുകൊണ്ടായിരിക്കണം. ആയതിനാൽ ഈ എനർജി ഗ്രൂപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാറ്റിനുപരിയായി എനർജി ഗ്രൂപ്പ് ഈശ്വരവിശ്വാസവും ജ്ഞാനവും അറിവും ഉള്ളവരായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അത്തരത്തിലാകുമ്പോൾ വല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യം ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം എനർജി ഗ്രൂപ്പിൽ പരസ്പര ബന്ധങ്ങളുള്ളപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അത് സാഹോദര്യവും പ്രവർത്തനവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളുണ്ടായാലും അത് ഷെയർ ചെയ്യുവാനും തിരുത്തുവാനും കഴിയണം. എല്ലാറ്റിനും ഉപരിയായി കുറവുണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി പരസ്പരം തിരുത്തിപ്പോകാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എനർജി ഗ്രൂപ്പ് ശക്തമായി തീരും, ഏറ്റവും നല്ലൊരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും എനർജി വ്യത്യസ്തമാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കുക, മനസ്സിലാക്കുക, വളരുക.